ഹായ് എവറി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു ഗെറ്റ് റെഡി ചെയ്തുകൊണ്ടാണ്. ഇന്ന് ഡേ 2 ആണ്. നമ്മൾ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാവരും ഒരുങ്ങി. ഞാനാണ് ലാസ്റ്റ് ഒരുങ്ങുന്നത്. 6 മണിയായപ്പോൾ എണീറ്റപ്പം തന്നെ നമുക്ക് ചുമ്മാ ഇരിക്കാനൊന്നും സമയമില്ല. നേരെ ഒരുങ്ങണം. 6:45 സ്കൂൾ ഓപ്പൺ ആകും. അതിനു മുമ്പ് എങ്ങനെയൊക്കെ ഒരുങ്ങി താഴെ ചെല്ലണം. അപ്പം അങ്ങനെ സ്റ്റുഡൻസ് ഒന്നും വരത്തില്ല. ഒരു 8 മണി 8:30ക്കാണ് വരുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. 6:45 താഴെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു 5-6 വട്ടമെങ്കിലും നമ്മുടെ റൂമിലോട്ട് വരും എല്ലാവരും, ഓരോരോ കാര്യത്തിന് വേണ്ടി. പിന്നെ അറബി ടീച്ചേഴ്സൊക്കെ വരാൻ ഒരു 7:30 7:45 ആകും. ഇപ്പം ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റ് 6 മണിക്കൊക്കെ എണീക്കുന്നുണ്ട്. നമ്മൾ ശീലിച്ചത് 12 മണിക്കായത് കൊണ്ട് ഫസ്റ്റ് ഡേ കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ എണീറ്റു. എത്ര നേരത്തെ കിടന്നാലും 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതുകൊണ്ട് 6 മണിക്ക് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തലേദിവസം തന്നെ ഞാൻ പറയും, എന്നെ ഒന്ന് 6 മണിക്ക് എണീപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. അല്ല ഞാൻ എണീക്കണമെങ്കിൽ 12 മണി ഉച്ചയ്ക്കാകും. മേക്കപ്പ് ഒന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഒന്നാമത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒത്തിരി മേക്കപ്പൊന്നും എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ മുഖത്തിന് അത്ര സ്യൂട്ടാവത്തില്ല ഒത്തിരി മേക്കപ്പൊന്നും ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ ഇടുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ അങ്ങ് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. ഇത് നമ്മുടെ സ്നേഹചേച്ചി മേടിച്ചൊരു ലിപ് ഗ്ലോ ആണ്. ഞാനിപ്പോൾ ഇത് തന്നെ ഇടും, എനിക്കിഷ്ടമാണ്. പിന്നെ വേറൊരു ലിപ്സ്റ്റിക്ക് കൊണ്ട് ഞാൻ അതിൻ്റെ ബോർഡർ ഒന്ന് എഴുതി കൊടുക്കും. അങ്ങനെ ഇടാനും എനിക്കിഷ്ടമാണ്. അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ കോമ്പ് ചെയ്യാനാണ്. എനിക്കറിയത്തില്ല എങ്ങനത്തെ സ്റ്റൈല്. എനിക്ക് അങ്ങനെ മുടി കെട്ടാൻ പോലും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യും. പിന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഈ ഒരു ഹെയർ സ്റ്റൈൽ. എനിക്കറിയത്തില്ല അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ച് താഴെ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നു, എന്താ നീ ഇന്ന് കുളിക്കാത്ത പോലെ മുടി ഇരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ആരെയും കാണിച്ചു കൊടുക്കല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി ഈ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റാമെന്ന് കരുതി. അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കിന് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബേബി ഹെയറൊക്കെ വെളിയിൽ വന്നിട്ടും അപ്പം നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ആ സ്റ്റൈൽ മാറ്റി പിടിച്ചു. പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞു, ആക്ടിവിറ്റി ഒക്കെ എടുത്തു. ഉച്ചയാവാറായപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിൽ കയറണ്ട, നിങ്ങൾ നാളത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനുവേണ്ടി ഡെക്കറേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ആര്യയും കൂടെ കൂടി ഈ ക്ലാസ്സിൽ ഒരു എയർപോർട്ട് സെറ്റ് ചെയ്യണം. എന്തുവാണെന്നറിയത്തില്ല, ഒരു അറബിക്കിലെ എന്തോ ഒരു ഡേ ആണിത്. എനിക്കങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. നിങ്ങളോട് ഇത് പറഞ്ഞു തരണമെങ്കിൽ തന്നെ എനിക്കറിയണ്ടേ. അതുകൊണ്ട് എനിക്കറിയത്തില്ല മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത്. എനിക്ക് ആപ്പാണ് ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലത്തെ ഒരു എയർപോർട്ട് ഈ റൂമിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓൾറെഡി ഇവിടെ എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് വലുതായതുകൊണ്ട് ഇനി കുറച്ച് കുഞ്ഞ് എയറോപ്ലെയിൻസ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഉണ്ടാക്കണം. നമ്മുടെ കർട്ടനിൽ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുഞ്ഞു എയറോപ്ലെയിൻസും പിന്നെ കുറച്ച് ക്ലൗഡ്സൊക്കെ ഉണ്ടാക്കുന്നത് A4 ഷീറ്റിനകത്തായതുകൊണ്ട് നമുക്ക് അത്ര ടാസ്ക് അല്ല. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ കാർബോർഡിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് കാർബോർഡിൽ ഒരു സാധനം ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല. കൂടുതലും മാഡം പ്രിഫർ ചെയ്യുന്നത് കാർബോർഡിൽ ഉണ്ടാക്കാനാണ്. 4-5 ബ്ലാക്ക് കളർ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. അതത്ര ടഫൊന്നും അല്ല, സിമ്പിളാണ്. അതിലൊട്ടിക്കാനാണ് ഈ എയറോപ്ലെയിൻസ് ഉണ്ടാക്കുന്നത്. ആരെയാണിന്ന് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കണം 1 മണിക്ക് മുമ്പ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ തീരും. ഇനി കുറച്ച് ക്ലൗഡ്സും കൂടെ എനിക്ക് ഉണ്ടാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങളിനി ഇത് കണ്ടിട്ട് പറയണം. സത്യം പറഞ്ഞാൽ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഇവിടെ എല്ലാ ഡെക്കറേഷൻസും ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ പറയുന്നത് നമ്മൾ ചെയ്യണം. വന്ന ആ ടൈം തൊട്ട് ഇവരൊരു ഫോട്ടോ തരും, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കണം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവർ മേടിച്ച് തരും. അതിപ്പോൾ ശീലമായതുകൊണ്ട് ഒരു കാര്യം പോലും നമുക്കറിയത്തില്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ എയർപോർട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം, കമൻറ്റ് ചെയ്യണം എല്ലാവരും. പണ്ടൊക്കെ ഒരു കാര്യം വരയ്ക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ കളർ ചെയ്യാൻ അറിയത്തില്ല, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷേ എല്ലാവർക്കും ഒരവസരം വന്നു കഴിഞ്ഞാൽ, അല്ല ചെയ്യേണ്ട ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും.
അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. ഒരു ഡെക്കറേഷൻ ഇതെന്തായിക്കോട്ടെ, എത്ര ടഫാണെങ്കിൽ കൂടി ഞങ്ങളെല്ലാവരും അത് പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കും. നേരത്തെ ആകുമ്പോഴത്തേക്കിന് പറയും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു വീട്ടിലായിരുന്ന ടൈമിൽ. പക്ഷേ ഇവിടെ വന്നിട്ടെല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്ലാസ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് പീരീഡിൽ തന്നെ ഒരു ആർട്ട് അങ്ങ് ചെയ്തു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ക്ലാസ്സിൽ 2 പിള്ളേർ മാത്രമേ ഉള്ളൂ. പറഞ്ഞാലും ഒട്ടും കേൾക്കത്തില്ല. നമ്മൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു പിള്ളേരുണ്ടായിരുന്നു, 2 പേര്. വലിയ പിള്ളേരുടെ ക്ലാസ് കിട്ടുന്നേക്കാളും കൂടുതൽ എനിക്ക് ഈ കുഞ്ഞുമക്കളുടെ ക്ലാസ്സാണ് ഇഷ്ടം. പ്രത്യേകിച്ച് എൻ്റെ മോശൻ്റെ ക്ലാസ്. 2.5 മാസം ഇവിടെ ഇരുന്ന ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ മോശനെയാണ്. ക്ലാസ്സിലെ ഏറ്റവും വലിയ നോട്ടി ആരാന്ന് ചോദിച്ചാൽ അത് ഇവൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ അത് മോശം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിൽ ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു പോരായ്മ തോന്നില്ല. പക്ഷേ ക്ലാസ്സിൽ മോശം വന്നില്ലെങ്കിൽ ആ ക്ലാസ് ഭയങ്കര മടുപ്പാണ്. ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ തീരാറായി. ഞാൻ കുറച്ച് നേരം മോശനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സുകാർക്ക് ലാസ്റ്റ് പീരീഡ് സിനിമ ആയതുകൊണ്ട് അവരൊക്കെ സിനിമ കാണുവാണ്. ആ ടൈമിൽ ഞാൻ മോശനെ കാണാൻ വന്നതാണ്. ഇനി എൻ്റെ ക്ലാസ്സിലോട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. അപ്പം സിനിമയെല്ലാം തീരാറായി. ഓൾറെഡി ഇവിടെ 8 മണിയായി. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഓൾ.